വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വേസ്റ്റ് ഇലാസ്റ്റിക് മാക്സി ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് 3 മീറ്റർ ഷിഫോൺ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ക്ലോത്ത് ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫോൾഡഡ് സൈഡാണ്, ഇത് ഓപ്പൺ സൈഡുമാണ്. ഫോൾഡഡ് സൈഡിലാണ് മെഷർമെൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു പേപ്പറിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 8 ഇഞ്ച് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം. 2 പോയിൻറ്റ്സും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 12 ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ഷോൾഡറിൻ്റെ അവിടുന്ന് 13.5 ഇഞ്ചിലാണ് നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 10.5 ഇഞ്ച് വേസ്റ്റും 2 ഇഞ്ച് തയ്യൽ തുമ്പും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇനി കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. അതിനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിലൂടെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഇനി ലെങ്ത്ത് 56 ഇഞ്ച് എടുക്കുക. അതിനുശേഷം അവിടെ ആ അറ്റത്തേക്ക് നമ്മൾ ഈ പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കണം. ഇനി ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് 6.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പോയിൻറ്റ്സ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് നെക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ക്ലോത്തിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പേപ്പറിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. ബാക്ക് നെക്കും കൂടി 2.5 ഇഞ്ച് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് ഇങ്ങനെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ടിലെ പീസ് നല്ല കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ സ്ലീവ് ലെങ്ത്ത് 18 ഇഞ്ചസ് ആണ്. ഇനി ഇതൊന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഓപ്പൺ സൈഡിൽ ഒരു 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം. ഇനി സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. 7.5 ഇഞ്ചസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വരച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു പീസും കൂടി ആവശ്യമാണ്. 4 ഇഞ്ച് വിഡ്ത്തും 22 ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു പീസാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ 2 പീസ് വേണം കേട്ടോ. അപ്പോൾ 2 പീസ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ക്രോസ് പീസ് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ അരികിലൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഒന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശത്ത് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ക്രോസ് പീസ് ബാക്കിലേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഷോൾഡറിൽ നിന്ന് താഴോട്ട് 13.5 ഇഞ്ചസിൽ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കണം. ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണിത്. 8.5 ഇഞ്ചസ് ലെങ്ത്തുള്ള 2 ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ആ ലൈനിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഇതിൻ്റെ ഓരോ അറ്റവും ഓരോ പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് വലിച്ചു പിടിച്ചിട്ട് ഈ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഞാൻ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ മുകളിലും താഴത്തുമായിട്ട് 2 സ്റ്റിച്ച് കൊടുക്കണം. നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഫ്രണ്ടും ബാക്കും പീസുകൾ തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കിലെ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തത് ഇതുപോലെ ഒന്ന് ബാക്കോട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ഷോൾഡറും ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഷോൾഡറും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിലെ നെക്കും കൂടി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്ലീവിൻ്റെ എൻഡിൽ ഫ്രില്ലിട്ട് കൊടുക്കാനുണ്ട്. അതിന് ഈ പീസിൻ്റെ ഒരു വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ സെൻറ്ററിൽ ഈ പീസിൻ്റെ സെൻറ്റർ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കണം. ഫ്രില്ലിട്ടതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ സ്ഥലത്ത് ആ പോയിന്റിൽ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് വെച്ചെടുത്തിട്ട് താഴോട്ടും ഇതുപോലെ 2 സൈഡിലേക്കും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 സ്ലീവും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും കറക്റ്റായിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് നമുക്ക് അങ്ങറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഡ്രസ്സിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.